ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ കാലമാണല്ലോ. അപ്പോൾ നമ്മൾ ചക്കക്കുരുവും ചക്കയൊക്കെ കഴിച്ച് മടുത്തുണ്ടാവും. ചക്കക്കുരുവൊക്കെ എപ്പോഴും നമ്മൾ കറി വെച്ചും മെഴുക്കുവരട്ടി വെച്ചും തോരൻ വെച്ചും പരിപ്പിലിട്ട് വെച്ചും അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കണം. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയാലോ, ചക്കക്കുരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പരിചയപ്പെടുത്തി തരാം. ഞാനൊരു 5-10 ചക്കക്കുരുവാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഒപ്പം ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതിൽ ഒരു 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഒരു സബോള, മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഈ പുഴുങ്ങി വെച്ച ചക്കക്കുരുവെല്ലാം നല്ലപോലെ സ്മാഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും പിന്നെ ചക്കക്കുരും നല്ലപോലെ പുഴുങ്ങി ചതച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സവോളയൊക്കെ കുനുകുനാന്നരിഞ്ഞ് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതിൻ്റെ കറിവേപ്പില എല്ലാതും കുനുകുനാന്ന് അരിഞ്ഞ് വയ്ക്കണം. എന്നിട്ട് വേണം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട്. പൊടികൾ നമുക്ക് ഓരോന്നായിട്ട് ചേർക്കാം. ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതിൽ ഞാൻ പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ട് എത്രത്തോളം ഉപ്പ് വേണമെന്ന് വെച്ചാൽ മാത്രമേ ചേർക്കുള്ളൂ. ചിലപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടാവും. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മുട്ടയുടെ ഇതിൽ മുക്കിയിട്ട് റൊട്ടിപ്പൊടിയിൽ മുക്കി നമുക്ക് വറുത്ത് വരാം. കട്ട്ലറ്റ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്കിടാം. മുട്ട വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് ചക്കക്കുരുയുടെ ഒരു വെറൈറ്റിയാണ്. ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.